വെൽക്കം ഡിയേഴ്സ്. ഇനി നമ്മൾ അടുത്ത പാർട്ട് നോക്കാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ അതിലെ ഫസ്റ്റ് മെത്തേഡ് സോൾവ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് ഗ്രാഫിക്കൽ മെത്തേഡ്, ഗ്രാഫ് വരച്ച് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഏത് മെത്തേഡാണ്? ഓൾജിബ്രിക് മെത്തേഡാണ്. ഓൾജിബ്രിക് മെത്തേഡിൽ രണ്ട് സ്റ്റൈലാണ് പഠിക്കാനുള്ളത്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, പിന്നെ അടുത്തത് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയിട്ട് പിന്നെ എക്സസൈസിലെ പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ഉണ്ട് അല്ലേ? രണ്ട് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് തന്നിട്ടുണ്ട്. 7x - 15y = 2, x + 2y = 3. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിൽ ഒരു ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യുക. ആ ഇക്വേഷനിലെ എക്സിനെയോ വൈയിനെയോ എന്താക്കിയെടുക്കുക? എക്സ് ഈക്വൽ ടു വൈയുടെ ടേംസിൽ എഴുതുക, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സിൻ്റെ ടേംസിലാക്കി മാറ്റാം. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്നും ഇതിന് നമുക്ക് ഒന്നെന്ന് കൊടുക്കാം. ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2 ആണെങ്കിൽ ഇക്വേഷൻ 2ൽ നമുക്ക് എക്സ് ഈക്വൽ ടു എടുക്കാൻ എളുപ്പമാണല്ലോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏതാണ് എളുപ്പം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ സെക്കൻഡ് ഇക്വേഷനിൽ തന്നെ ചൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ് ഈക്വൽ ടു എന്നുള്ളത് ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എളുപ്പം അല്ലേ? ഇവിടെ എക്സ് ഈക്വൽ ടു, ഇവിടെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു 7 വരും. അപ്പോൾ ലാസ്റ്റ് എന്ത് വരും? /7 ഒക്കെ വരും. അപ്പോൾ ഇതാണ് എളുപ്പം. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തെഴുതാം? എക്സ് ഈക്വൽ ടു ഇവിടെ 3 ഉണ്ട്, ഈ 2y ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 3 - 2y എന്ന് കിട്ടിയല്ലോ. അപ്പോൾ എക്സിനെ ഏത് ഇവിടെ നോക്കിയേ, 3x + 2y = 5. ഈ ഇക്വേഷൻ 2 വേരിയബിൾ ഉണ്ട് അല്ലേ? ഈ ഇക്വേഷനിൽ 2 വേരിയബിൾ ഇല്ല, ഒരൊറ്റ വേരിയബിളുള്ള ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ അതെന്തായി? 3x + 2x ആയി, അല്ലെങ്കിൽ 3y + 2y ആവും. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? ഇത് രണ്ടും എന്താണ്? ലൈക്ക് ടേംസ് ആണ്. കാരണം എങ്ങനത്തെ വേരിയബിളാണ്? സെയിം വേരിയബിളാണ് ഓരോ ടേമിലും. അപ്പോൾ ഈ രണ്ട് ടേംസിന് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 5x = 5, x = 5/5 = 1 അല്ലേ? അപ്പോൾ സോൾവ് ചെയ്യാൻ എളുപ്പമായി. അപ്പോൾ അതേപോലത്തെ ഇത് തന്നെയാണ് ഇവിടെയും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വേരിയബിളിനെ അങ്ങ് കളയാണ്. ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളിൻ്റെ ടേമിലാക്കിയിട്ട് ഇത് ഇപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനിൽ നിന്നാണ് എക്സ് എടുത്തത്? സെക്കൻഡ് ഇക്വേഷനിൽ. അപ്പോൾ നമ്മളിത് ഈ എക്സ് ഏതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇക്വേഷനിൽ. മനസ്സിലായല്ലോ? അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമ്മളൊരു വേരിയബിളിനെ എടുത്തു, അത് മറ്റൊരു വേരിയബിളിൻ്റെ ടേംസിൽ = എന്ന് കിട്ടി. ഈ ഒരു വാല്യൂ ഏത് ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇക്വേഷനിൽ. ഓരോ കേസിലും വ്യത്യാസം ഉണ്ടാവും. ചില പ്രോബ്ലത്തിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നായിരിക്കും എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എടുക്കുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഏത് ഇക്വേഷനിലാണ്? സെക്കൻഡ് ഇക്വേഷനിൽ. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 നമുക്ക് എന്ത് കിട്ടി? ഫ്രം ഇക്വേഷൻ 2 എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു 3 - 2y എന്ന് കിട്ടി. അപ്പോൾ ഇനി ഈ 3 - 2y എക്സിൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് ഇക്വേഷനിലെ? 1. ഇക്വേഷൻ 1ലെ എക്സിൻ്റെ പ്ലേസിൽ എക്സ് ഈക്വൽ ടു 3 - 2y. അപ്പോൾ 3 - 2y ആണ് എക്സിൻ്റെ പ്ലേസിൽ എഴുതേണ്ടത്. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ 7 × 3 - 2y - 15y = 2. ഇതല്ല ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഈക്വൽ ടു 3 - 2y ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 ബിക്കംസ് എന്തായി? 7 × 3 - 2y - 15y = 2. ഇനി ഇതിനെ സോൾവ് ചെയ്യുക. എങ്ങനെയാണ് സോൾവ് ചെയ്യുക? 7 × 3 ചെയ്യുക, 7 × -2y ചെയ്യുക. 7 × 3 എത്രയാ? 21 - 7 × -2y എത്രയാ? -14y - 15y = 2. -14y -15y എന്താണ്? ലൈക്ക് ടേംസ് ആണ്. അപ്പോൾ എത്രയാണ്? 14 + 15 എന്താ? 29. ഇവിടെ നെഗറ്റീവാണ് രണ്ടിൻ്റെയും ചിഹ്നം. അപ്പോൾ എന്താ? -29y. അപ്പോൾ എന്തായി മാറിയത്? -29y = ഇവിടെ എന്താണുള്ളത്? 2 ഉണ്ട്, ഇവിടെ 21 ഉണ്ട്. അപ്പോൾ ഈ 2ൽ നിന്ന് -21 മൈനസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? -19. അതായത് y ഈക്വൽ ടു എന്ത് കിട്ടി? -19 /
-29 അല്ലേ, ഈ ഒരു 29 ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതെന്തായി, ×29 ആണ് ഇവിടെ വന്നപ്പോൾ അതെന്തായി /29. അപ്പോൾ -19 ഡിവൈഡഡ് ബൈ -29 എന്ന് പറഞ്ഞാൽ എന്താ, നെഗറ്റീവ് ബൈ നെഗറ്റീവ് എന്താ പോസിറ്റീവ്. അപ്പോൾ y ഈക്വൽ ടു എന്ത് കിട്ടി, 19/29. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു കിട്ടി. അപ്പോൾ ഇവിടെ തീർന്നോ ക്വസ്റ്റ്യൻ ആൻസർ? ഇല്ല, നമുക്ക് എന്തിൻ്റെയും വില കിട്ടണം, എക്സിൻ്റെ വാല്യൂയും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഏത് ഇക്വേഷനിലാണ് കൊടുക്കുക, ഈ ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. അപ്പോൾ ഇക്വേഷൻ 2 ബിക്കംസ് എന്തായി, എക്സ് പ്ലസ് 2 × 2y പകരം എന്ത് കൊടുക്കണം, 19/29 കൊടുക്കുക. 2 × 19/29 ഈക്വൽ ടു 3 അല്ലേ, ഇതാണ് ഇക്വേഷൻ 2. ഈ ഇക്വേഷൻ 2ൽ വൈക്ക് എന്ത് കൊടുത്തു, 19/29. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താവും, എക്സ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി എന്തുണ്ട്, 3 ഉണ്ട്. ഇനി ഇതെന്താണ്, 2 × 19 എന്താ 38. അപ്പോൾ 38/29 ഈക്വൽ ടുൻ്റെ ഈ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും, -38/29 ആവും. അപ്പോൾ 29 × 3 ചെയ്യുക. ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 3 - 38/29 കിട്ടി. അപ്പോൾ ഈ 29 ഇൻറ്റു എന്ത് ചെയ്യുക, 3 ചെയ്യുക. LCM എന്താണ്, 29. 29 × 3 എത്രയാണ്, 87. 87 മൈനസ് ഇവിടെ എന്തുണ്ട്, 38. 87 - 38/29. 87ൽ നിന്ന് 38 സബ്ട്രാക്ട് ചെയ്താൽ ബാക്കി എന്ത് കിട്ടും, 49. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി, 49/29. അപ്പം എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായോ? നമ്മൾക്ക് 2 ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ നമ്മളതിലെ ഒരു വേരിയബിളിനെ മറ്റേ വേരിയബിളിൻ്റെ ടേംസിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മറ്റേ വേരിയബിളിൻ്റെ ടേംസിൽ എഴുതാണ്. എന്നിട്ടത് ഏത് ഇക്വേഷനിൽ നിന്നാണോ നമ്മൾ അതെടുത്തത് അതല്ലാത്ത മറ്റേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളിവിടെ ആദ്യം വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു, 19/29. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ വൈയുടെ വാല്യൂവിന് എന്ത് കൊടുക്കുക, 19/29 കൊടുത്തിട്ട് അടുത്ത എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് എക്സസൈസ് 3.2 ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, സോൾവ് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ കിട്ടിയത്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. നമുക്കിത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഒരു ഇക്വേഷനിൽ നിന്ന് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എടുക്കണം. ഏതെടുക്കാം, നമുക്ക് ഫ്രം ദ ഇക്വേഷൻ 2, ഫ്രം ഇക്വേഷൻ 2 എന്താ നമുക്ക് കിട്ടണത്, എക്സ് ഈക്വൽ ടു എന്താ, ഈ വൈ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, 4 + y ആവും അല്ലേ, -y ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ അതെന്താവും, 4 + y ആയി അല്ലേ. എക്സ് ഈക്വൽ ടു എന്താണ്, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 ആണ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് എക്സിനെ മാത്രം ഇവിടെ നിർത്താം, -yനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അതെന്തായി മാറി, +y ആയി മാറി. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്, എക്സ് ഈക്വൽ ടു 4 + y എന്ന് കിട്ടി. ഇനി ഈ ഒരു വാല്യൂ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് ഇക്വേഷനിൽ, നമ്മളിത് എടുത്തത് ഇക്വേഷൻ 2ൽ നിന്നാണ്. അപ്പോൾ ഇക്വേഷൻ 1ൽ എക്സിന് പകരം എന്ത് കൊടുക്കുക, 4 + y കൊടുക്കുക. മനസ്സിലായില്ല, ഏത് ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എക്സിന് വാല്യൂ കൊടുത്തത് ആ ഇക്വേഷനിലല്ല, അടുത്ത വേറെ പെയറിൽ 2 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ മറ്റേ ഇക്വേഷനിൽ ഈ എക്സിന് പകരം എന്ത് കൊടുക്കുക, 4 + y എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു, അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഈക്വൽ ടു 4 + y ഇൻ ഇക്വേഷൻ, ഇങ്ങനെയൊക്കെ എഴുതണം. നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് എഴുതിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇൻ ഇക്വേഷൻ 2, ഇക്വേഷൻ 1, ഇക്വേഷൻ 1ൽ നമ്മൾ എക്സിന് പകരം എന്ത് കൊടുക്കുകയാണ്, 4 + y. ഇക്വേഷൻ 1 എന്താ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14. അപ്പോൾ എക്സിന് പകരം എന്ത് കൊടുക്കുക, 4 + y. അപ്പോൾ എക്സിന് പകരമാണ് എന്തെടുത്തേക്കണേ, 4 + y.
ഇനി ഇവിടെ എന്തുണ്ട്, പ്ലസ് വൈ ഈക്വൽ ടു 14. എക്സിന് പകരം എന്ത് കൊടുത്തു, 4 പ്ലസ് വൈ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14 എന്തായി മാറി, 4 പ്ലസ് വൈ ഈക്വൽ ടു 14. അതായത് എന്തായി ഇത് 4 പ്ലസ് വൈ എന്താ 2y ഈക്വൽ ടു എന്തായി 14. 4 പ്ലസ് 2y ഈക്വൽ ടു 14. ഇനി ഇതിൽ നിന്ന് നമുക്ക് 2y നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വൈയുടെ ടേംസ് അല്ലാത്ത വൈ ഇല്ലാത്ത ടേംസൊക്കെ അങ്ങോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 2y ഈക്വൽ ടു എന്തായി മാറി 14. ഈ പ്ലസ് 4 ഇങ്ങോട്ട് വരുമ്പോൾ അതെന്തായി -4. അപ്പോൾ അതെന്തായി 10. അപ്പോൾ 2y ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എന്തായി 10 ഡിവൈഡഡ് ബൈ 2 അല്ലേ. 2y ഈക്വൽ ടു 10 ആണെങ്കിൽ y ഈക്വൽ ടു എന്തായി 2 ഇങ്ങോട്ട് വരുമ്പോൾ അതെന്തായി ബൈ 2 ആയി. അപ്പോൾ y ഈക്വൽ ടു 5 കിട്ടിയോ. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ 5. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇക്വേഷനാണുള്ളത്. ഏതൊക്കെ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14 എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. ഈ 2 ഇക്വേഷനിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് എന്ത് കൊടുക്കാം, വൈയുടെ വാല്യൂ 5 കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ വൈയുടെ വാല്യൂ എന്ത് കൊടുക്കാം, 5 കൊടുക്കാം. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 ആണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ വൈക്ക് പകരം നമുക്ക് എത്ര കിട്ടി, 5 കിട്ടി. അപ്പോൾ എക്സ് മൈനസ് 5 ഈക്വൽ ടു 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും, ഈ -5 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, 4 ഇവിടെ ഉണ്ട്, -5 വരുമ്പോൾ ഇവിടെ എന്തായി +5 ആയി. എത്രയായി 9. എക്സ് ഈക്വൽ ടു എത്ര കിട്ടി, 9. ആൻസർ ആയല്ലോ. അപ്പോൾ സോൾവ് ചെയ്തു നമ്മൾ. എക്സ് ഈക്വൽ ടു 9, വൈ ഈക്വൽ ടു 5. ഇക്വേഷൻ ട്രൂ അല്ലേ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14. 9 പ്ലസ് 5 എത്രയാ 14. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. 9 മൈനസ് 5 ഈക്വൽ ടു എത്രയാ 4. അടുത്ത 2 ഇക്വേഷൻ ഏതൊക്കെയാ, എസ് മൈനസ് ടി ഈക്വൽ ടു 3, എസ് ബൈ 3 പ്ലസ് ടി ബൈ 2 ഈക്വൽ ടു 6. അപ്പോൾ ഇത് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഇവിടുത്തെ വേരിയബിൾസ് ഏതൊക്കെയാ, എസ്സും ടിയുമാണ് വേരിയബിൾസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു വേരിയബിളിനെ മറ്റേ വേരിയബിളിൻ്റെ ഫോമിലേക്ക് എഴുതാം. എങ്ങനെ എഴുതാം, നമുക്ക് ഈ 2 ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ എടുത്താലല്ലേ എളുപ്പം. എസ് മൈനസ് ടി ഈക്വൽ ടു 3യിൽ നിന്ന് ഇതിന് നമുക്ക് ആദ്യം തന്നെ നമ്പർ കൊടുക്കണം, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 എന്ത് കിട്ടും നമുക്ക്, എസ് ഈക്വൽ ടു, എസ്സിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം, ഈ -t ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി, അത് 3 പ്ലസ് ടി. അപ്പോൾ എസ് ഈക്വൽ ടു എന്ത് കിട്ടി, 3 പ്ലസ് ടി. ഇനി ഈ 3 പ്ലസ് ടി എന്ന് പറയുന്നത് എസ്സിന് പകരം 3 പ്ലസ് ടി എന്നുള്ളത് ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, നമ്മളിത് ഏത് ഇക്വേഷനിൽ നിന്ന് എടുത്ത 1. അപ്പോൾ ഏതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, 2. അപ്പോൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇങ്ങനെയൊക്കെ എഴുതണം, നിങ്ങൾ എഴുതണം, ഞാനിവിടെ എഴുതണില്ല, ഇവിടെ സ്ഥലം പോവും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എസ് ഈക്വൽ ടു 3 പ്ലസ് ടി ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ എഴുതിയതിന് ശേഷം വേണം അടുത്ത സ്റ്റെപ്പ് എഴുതാൻ. എസ്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക, 3 പ്ലസ് ടി. അപ്പോൾ എസ് ബൈ 3ക്ക് പകരം എന്ത് എഴുതാം, 3 പ്ലസ് ടി ബൈ 3 പ്ലസ് ടി ബൈ 2 ഈക്വൽ ടു 6. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് നമുക്ക് LCM 6 ആണ് LCM അല്ലേ. അപ്പോൾ ഇവിടെ LCM എന്തായി 6 ആയി. ഇനി ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യണം, 2. ഇവിടെ ഓൾറെഡി ആരുണ്ട്, 3 ഉണ്ട്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 6 ആവാൻ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അപ്പം ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക, 2 × 3 പ്ലസ് ടി. ഇനി പ്ലസ് ഇവിടെ എന്താ 2 ആണുള്ളത്, LCM എന്താ 6. അപ്പോൾ 6 ആവാൻ 2ൻ്റെ കൂടെ എന്താ ഇൻഡ്യൂ ചെയ്യേണ്ടത്, 3. അപ്പോൾ ന്യൂമറേറ്ററിനെയും 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. അപ്പോൾ 3t കിട്ടിയില്ലോ, ഈക്വൽ ടു 6. ഈ 6നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, കാരണം ഇതെന്താണ്, ഇത് കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആണ്. അതുകൊണ്ട് നമുക്കിത് കോമൺ ആയതുകൊണ്ട്, അതായത് ഈ LHSൽ ഇത് കോമൺ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം. അപ്പോൾ അത് എത്രയും മാറി 6. ഈ 6 ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വരുമ്പോൾ അത് എന്തായി മാറും, ഇൻറ്റു 6 ആവും അല്ലേ. ഇവിടുത്തെ ഡിവൈഡഡ് ബൈ 6 എന്തായി മാറി, ഇൻറ്റു 6 ഈക്വൽ ടു 36. അതായത് 2 × 3 പ്ലസ് ടി പ്ലസ് 3t ഈക്വൽ ടു 36. അപ്പോൾ ഇനി 2 × 3 എത്രയാ 6. അടുത്തത് എന്താ 2 × t എത്രയാ 2t പ്ലസ് 3t ഈക്വൽ ടു എന്ത് കിട്ടി 36. അപ്പോൾ 6 പ്ലസ്
2t പ്ലസ് 3t എത്രയാ 5t ഈക്വൽ ടു 36. ഇനി 5tനെ മാത്രം അവിടെ നിർത്താം, 6നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്തായി 5t ഈക്വൽ ടു എന്തായി +6 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി -6 ആയി. അപ്പോൾ 36 - 6 എത്രയാ 30. അങ്ങനെയാണെങ്കിൽ t എത്രയാണ് 30. ഈ 5t ഈക്വൽ ടു 30. അപ്പോൾ t എത്രയാ 30 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 6 കിട്ടിയില്ലോ. അപ്പോൾ നമുക്ക് ഒരു വേരിയബിളായ ടിയുടെ വാല്യൂ കിട്ടി. ഇനി അടുത്ത വേരിയബിൾ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു s - t ഈക്വൽ ടു 3ഉം s/3 + t/2 ഈക്വൽ ടു 6ഉം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിലെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ടിക്ക് പകരം എന്ത് കൊടുക്കുക 6 എന്ന് കൊടുക്കുക. ഏത് ഇക്വേഷൻ എടുക്കുക ഈ ഇക്വേഷൻ തന്നെ, അതാണ് എളുപ്പം. അപ്പോൾ s - t ഈക്വൽ ടു 3ൽ ടിക്ക് പകരം എന്തെടുക്കുക s - 6 ഈക്വൽ ടു 3 കിട്ടിയില്ല. s - 6 ഈക്വൽ ടു 3. അപ്പോൾ s ഈക്വൽ ടു എത്രയാ s ഈക്വൽ ടു ഈ -6 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും +6 ആവും. 3 + 6 ഈക്വൽ ടു 9. അപ്പോൾ എസിൻ്റെ വാല്യൂ എന്ത് കിട്ടി 9. ടിയുടെ വാല്യൂ എന്ത് കിട്ടി 6 അല്ലേ. 9 - 6 ചെയ്താൽ എത്ര കിട്ടും 3 കിട്ടും. ഇനി അടുത്തത് 9/3. 9/3 എന്താ 3. ഇനി t/2. t/2 എന്താ 6/2 എന്താ 3. അതായത് ഇവിടെയും 3 ഇവിടെയും 3. അപ്പോൾ 3 + 3 എന്താ 6. അപ്പോൾ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ s ഈക്വൽ ടു 9, t ഈക്വൽ ടു 6. അടുത്ത പെയർ ഓഫ് ഇക്വേഷൻസ് ഏതാ 3x - y ഈക്വൽ ടു 3, 9x - 3y ഈക്വൽ ടു 9. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് നോക്കിയേ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് a1x + b1y + c1 ഒരു ഇക്വേഷനാണ്. അടുത്ത ഇക്വേഷൻ എന്താ a2x + b2y + c2 ഈക്വൽ ടു 0 അടുത്ത ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസും തന്നു കഴിഞ്ഞാൽ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുള്ളൂ 1 സൊല്യൂഷൻ കിട്ടുള്ളൂ ആണല്ലോ. ഇനി a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 ആണെങ്കിൽ എന്തായിരിക്കും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. ഇനി a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2 ആണെങ്കിൽ എന്തായിരിക്കും നോ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ആൻസർ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വന്നാൽ മാത്രമാണ് പറ്റുള്ളൂ അല്ലേ. ബാക്കി എന്താ വരും ഒന്നുകിൽ മെനി സൊല്യൂഷൻസ് എഴുതാം അല്ലെങ്കിൽ നോ സൊല്യൂഷൻ എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇങ്ങനത്തെ ഇക്വേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം ഇതേ ഈ ഇക്വേഷനെ × 3 ചെയ്തതാണ് അടുത്ത ഇക്വേഷൻ ആണല്ലോ. ഇക്വേഷൻ 1 × 3 ചെയ്തപ്പോൾ എന്ത് കിട്ടി ഇക്വേഷൻ 2 കിട്ടി. ഇതാണ് ഇക്വേഷൻ 1, ഇതാണ് ഇക്വേഷൻ 2. നോക്കിയേ ഇവിടെ 3 × 3 9x, y × 3 എന്തായി -3y, ഇവിടെ 3 × 3 9. അപ്പോൾ ഇതെന്ത് കിട്ടും ഇതൊരു കോയിൻസിഡൻറ്റ് ലൈൻസ് വരുന്ന ലീനിയർ ഇക്വേഷൻസ് ആണ്. അതായത് ഇതിന് എന്തുണ്ടാവും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇതിവിടെ വെച്ചിട്ട് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം. ഇതിപ്പോൾ ഞാനിവിടെ വെറുതെ പറഞ്ഞു തന്നു എന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. ഇത് കാണുമ്പോൾ തന്നെ അറിയണം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും എന്ത് തന്നെയാണ് ഒരേ ലൈൻ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അതൊന്നും വേണ്ട. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെടുക്കാം 3x - y ഈക്വൽ ടു 3ഉം 9x - 3y ഈക്വൽ ടു 9ഉം കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് y ഈക്വൽ ടു എഴുതാം. ഇവിടെ x എന്ന് എടുക്കണ്ട, എന്തെടുക്കാം y എഴുതാം. അപ്പോൾ ഈ yനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി 3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കാരണം ഇവിടെ y നെഗറ്റീവാണ്. അപ്പോൾ ഈ y ഇങ്ങോട്ട് വന്നപ്പോൾ അതെന്തായി പോസിറ്റീവ് y ആയി. 3 ഇങ്ങോട്ട് വരുമ്പോൾ അതെന്തായി -3 ആയി. അപ്പോൾ y ഈക്വൽ ടു എന്ത് കിട്ടി 3x - 3 എന്ന് കിട്ടി. ഇത് ഇനി ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 2ൽ yക്ക് പകരം എന്ത് കൊടുക്കുക 3x - 3 എന്ന് കൊടുക്കുക. അപ്പോൾ 9x - 3 × yക്ക് പകരം എന്താ 3x - 3 ഈക്വൽ ടു എന്ത് കിട്ടണം 9. അപ്പം 9x - 3 × 3x എത്രയാ 9x. -3 × -3 എന്താ +9 ഈക്വൽ ടു എന്ത് കിട്ടി 9 കിട്ടി. ഇവിടെ 9x - 9x എന്തായി മാറി 0 ആയി ആയല്ലോ. അപ്പോൾ ഇനി ബാക്കി എന്താ കിട്ടിയത് നമുക്ക് 9 ഈക്വൽ ടു 9. 9 ഈക്വൽ ടു 9 എന്ത് തന്നെയാണ് ട്രൂ തന്നെയാണ്.
ഇക്വേഷനൊക്കെ ട്രൂ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 0.2x പ്ലസ് 0.3y ഈക്വൽ ടു 1.3. 0.4x പ്ലസ് 0.5y ഈക്വൽ ടു 2.3. അപ്പോൾ ഇതിൽ എല്ലാത്തിലും എന്തുണ്ട്? ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 ഡിജിറ്റ് അല്ല. എല്ലാത്തിലും ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് ഒരു ഇതുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ നമുക്ക് ഇൻറ്റു 10 ചെയ്യാം. ഈ ഇക്വേഷനെ മൊത്തത്തിൽ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 10 ചെയ്യുമ്പോൾ എന്താവും? ഈ ഡെസിമൽസ് എല്ലാം പോയിട്ട് നമുക്ക് ഹോൾ നമ്പേഴ്സ് കിട്ടും അല്ലേ? അപ്പോൾ 0.2 ഇൻറ്റു 10 എന്തായി? 2. അപ്പോൾ 2x. 0.3 ഇൻറ്റു 10 എന്തായി? 3y. 1.3 ഇൻറ്റു 10 എന്തായി? 13 ആണല്ലോ. ഇനി അടുത്തത് 0.4 ഇൻറ്റു 10 എന്താ? 4. അപ്പോൾ 4x. 0.5 ഇൻറ്റു 10 എന്താ? 5. അപ്പോൾ 5y ഈക്വൽ ടു 2.3 ഇൻറ്റു 10 എന്താ? 23. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1, ഇക്വേഷൻ 2 ആയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരെണ്ണത്തിൽ നിന്ന് ഒരു വേരിയബിളിന് പകരമായിട്ട് മറ്റേ വേരിയബിളിൻ്റെ ടേംസിൽ എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 2x ഈക്വൽ ടു എന്തെഴുതാം? 13 മൈനസ് 3y എന്ന് എഴുതാം. 13 മൈനസ് 3y അല്ലേ? ഈ പ്ലസ് 3y ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ 2x മാത്രം നിർത്തുക, 3yന് ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതെന്തായി? 13 മൈനസ് 3y. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 13 മൈനസ് 3y ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ലേ? 2x ആണ് 13 മൈനസ് 3y. അപ്പോൾ എക്സ് എന്താവും? 13 മൈനസ് 3y ഡിവൈഡഡ് ബൈ 2. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഈക്വൽ ടു 13 മൈനസ് 3y ബൈ 2 ഇൻ ഇക്വേഷൻ ഏതിലാണ് ഈ കൊടുക്കേണ്ടത്? നമുക്ക് ഇക്വേഷൻ 1 നിന്നാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇക്വേഷൻ 2ൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു എക്സിന് വരെ എന്ത് കൊടുക്കണം? 13 മൈനസ് 3y ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കണം. പ്ലസ് 5y ഈക്വൽ ടു എന്ത് കിട്ടി? 23. ഈ 2ഉം ഈ 4ഉം ക്യാൻസലായി പോയപ്പോൾ ഇവിടെ എന്തായി? 2 ഇൻറ്റു 13 എത്രയാ? 26 മൈനസ് 2 ഇൻറ്റു മൈനസ് 3y എന്താ? മൈനസ് 6y പ്ലസ് 5y ഈക്വൽ ടു 23. 6y മൈനസ് 6y പ്ലസ് 5y എന്താ? നെഗറ്റീവ് y. ഇനി 26 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതെന്തായി മാറി? 23 മൈനസ് 26 എന്തായി? നെഗറ്റീവ് 3 ആയി. അപ്പോൾ y ഈക്വൽ ടു എന്താണ്? 3. നെഗറ്റീവ് y ഈക്വൽ ടു നെഗറ്റീവ് 3 ആണെങ്കിൽ y ഈക്വൽ ടു എന്തായിരിക്കും? 3. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി 3. മനസ്സിലായില്ല? അവിടെ കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. എന്താ ചെയ്ത നമ്മൾ? എക്സിന് പകരം ഇവിടെ ഈ ഇക്വേഷനിൽ ഇത് കൊടുത്തു, 13 മൈനസ് 3y ബൈ 2. അപ്പോൾ 4 ഇൻറ്റു 13 മൈനസ് 3y ബൈ 2. അപ്പോൾ ഈ 2ഉം ഈ 4ഉം കൂടി വെട്ടിപ്പോയി. ബാക്കി എന്ത് കിട്ടി ഇവിടെ? 2 ഇൻറ്റു 13 മൈനസ് 3y. അപ്പോൾ 2 ഇൻറ്റു 13 26. 2 ഇൻറ്റു 3y നെഗറ്റീവ് 6y പ്ലസ് 5y. ഇക്വേഷനിലെ ബാക്കി ഭാഗങ്ങളാണ്. പ്ലസ് 5y ഈക്വൽ ടു 23. ഇവിടെ മൈനസ് 6y പ്ലസ് 5y. എങ്ങനെയാണ് ചെയ്യുക? 6ൽ നിന്ന് 5 കുറച്ച് 6ൻ്റെ സൈൻ കൊടുക്കുക. അപ്പോൾ 6ൽ നിന്ന് 5 കുറച്ചാൽ 1. 6ൻ്റെ സൈൻ എന്താ? നെഗറ്റീവ്. അപ്പോൾ ഇതെന്തായി മാറി? നെഗറ്റീവ് y. ഇനി 26ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ അതെന്തായി? നെഗറ്റീവ് 3. അപ്പോൾ നെഗറ്റീവ് y ഈക്വൽ ടു നെഗറ്റീവ് 3 ആണെങ്കിൽ y ഈക്വൽ ടു എന്തായിരിക്കും? 3. ഇനി ഒരു ഇക്വേഷനിൽ എന്ത് കൊടുക്കുക? yക്ക് 3 എന്നുള്ള വാല്യൂ കൊടുക്കുക. ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ 1ൽ 2x പ്ലസ് 3yക്ക് പകരം എന്ത് കൊടുക്കുക? 3 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2x പ്ലസ് 3 ഇൻറ്റു 3 എത്രയാ? 9 ഈക്വൽ ടു 2x ഈക്വൽ ടു എന്ത് കിട്ടി? ഈ 9 ഇങ്ങോട്ടേക്ക് 13ൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പ്ലസ് 9 എന്ത് 9 ആയി? മൈനസ് 9 ആയി. 13 മൈനസ് 9 എത്രയാണ്? 4 ആണ്. അപ്പോൾ 2x ഈക്വൽ ടു 4 ആണെങ്കിൽ x ഈക്വൽ ടു എന്തായിരിക്കും? 4 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2. മനസ്സിലായല്ലോ? അപ്പോൾ 2x ഈക്വൽ ടു 4. അപ്പോൾ x ഈക്വൽ ടു എന്താണ്? 4 ബൈ 2 ഈക്വൽ ടു 2. നമുക്ക് വൈയുടെ വാല്യൂ എന്ത് കിട്ടി? y ഈക്വൽ ടു 3 കിട്ടി, x ഈക്വൽ ടു 2 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ √2x പ്ലസ് √3y ഈക്വൽ ടു 0. √3x മൈനസ് √8y ഈക്വൽ ടു 0. എല്ലാം റൂട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഒരെണ്ണത്തിൽ നിന്ന്
ഒരു വാല്യൂ എടുക്കാം. അപ്പോൾ ഫ്രം ദ ഇക്വേഷൻ നമുക്ക് ഏതെടുക്കാം? ഇക്വേഷൻ 2 എടുക്കാം. ഫ്രം ഇക്വേഷൻ 2 എന്തെടുക്കാം? എക്സിന് പകരം എങ്ങനെ എഴുതാം? √3x = ഇവിടെ 0 ആണ്. അപ്പോൾ ഈ √8y ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? പ്ലസ് -√8y എന്തായി? +√8y ആയി. അപ്പോൾ ഫ്രം ഇക്വേഷൻ 2 √3x = √8y. അങ്ങനെയാണെങ്കിൽ x = എന്ത് കിട്ടി? √8y ഇവിടെ എന്തുണ്ട്? √3. √3x ആണ് √8y. അപ്പോൾ x എന്താവും? √8y √3y. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു വാല്യൂ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇക്വേഷൻ 1. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് x = √8y √3 ഇൻ ഇക്വേഷൻ 1 വി ഗെറ്റ് എന്താ? √2. എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ? √8y. x √8y √3. ഇപ്പോൾ √2x എഴുതി നമ്മൾ. √2xന് പകരം എന്ത് എഴുതി? ഈ ഒരു ടേം വെച്ചിട്ട് എഴുതി. ഇനി അടുത്തത് എന്താ? പ്ലസ് √3y = 0. √2 × √8 എത്രയാ? √2 × √8 എന്താ? √2 × 8 √16. അപ്പോൾ √2 × 8 എന്ന് പറഞ്ഞാൽ എന്താ? √16 എന്ന് പറഞ്ഞാൽ എന്താ? √16 എത്രയാ? 4. അപ്പോൾ ഇതെന്തായി മാറി? ഇത് 4 ആയി മാറി. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 4y ഡിവൈഡഡ് ബൈ √3 പ്ലസ് √3y = 0. ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെ 4yക്ക് മാത്രമാണ് എന്തുള്ളത്? ഡിനോമിനേറ്റർ ഉള്ളത്, √3 ഉള്ളത്. അപ്പോൾ ഈ √3 കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ടേമിനും √3 ഡിനോമിനേറ്റർ ആയിട്ട്, അതായത് LCM എന്താക്കി? √3 ആക്കി. അപ്പോൾ ഇവിടെ 4yക്ക് ഓൾറെഡി ഡിനോമിനേറ്റർ എന്താണ്? √3 ആണ്. ഇനി √3yക്കും എന്ത് കൊടുക്കുകയാണ്? ഡിനോമിനേറ്റർ √3 ആയിട്ട് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ന്യൂമറേറ്ററിനെയും √3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യാണ്. ഇതെന്തായി മാറി? 4y പ്ലസ് √3 × √3y ഓൾ ഡിവൈഡഡ് ബൈ √3 = 0. ഈ √3നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ √3 ഇങ്ങോട്ട് പോയപ്പോൾ അതെന്ത് √3 ആയി? ഇൻറ്റു √3. 0 × √3 എന്താ? 0. അപ്പോൾ 4y പ്ലസ് √3 × √3 എന്താ? 3 അല്ലേ? √x × √x എന്താ? x. അപ്പോൾ അതുപോലെ √3 × √3 3 ആയി. അപ്പോൾ 4y പ്ലസ് 3y എന്ത് കിട്ടി? 0 കിട്ടി. അതായത് 7y = 0. അപ്പോൾ y എന്തായിരിക്കും? 0/7, അതായത് 0. y = 0 എന്നുള്ളത് നമുക്ക് കിട്ടി. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ വൈക്ക് പകരം എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ 1 എടുക്കാം. ഇക്വേഷൻ 1ൽ √2x പ്ലസ് √3 × വൈക്ക് പകരം എന്ത് കൊടുത്തു? 0 കൊടുത്തു = 0. ഇതാണല്ലോ ഇക്വേഷൻ 1. അപ്പോൾ ഇതെന്തായി മാറി? 0 ആയി മാറി. അപ്പോൾ √2x പ്ലസ് 0 = 0. അതായത് √2x = എന്ത് കിട്ടി? 0. അപ്പോൾ എക്സ് എന്ത് കിട്ടി? 0 ഡിവൈഡഡ് ബൈ √2 = 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? x = 0, y = 0 ആണ് ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ 3x/2 minus 5y/3 = -2. x/3 plus y/2 = 13/6. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് ഇക്വേഷനെ ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ്? ഇവിടുത്തെ LCM എന്തായിരിക്കും? 2 × 3 6. 2 × 3 എത്രയാ? 6. ഇനി നമ്മൾ 3xന് ഇവിടെ ഓൾറെഡി ഡിനോമിനേറ്റർ എന്തുണ്ട്? 2 ഉണ്ട്. നമ്മൾ ഡിനോമിനേറ്റർ എന്തായിട്ട് എടുത്തിരിക്കണത്? 6. അപ്പോൾ ഇത് 2 × എത്ര വന്നാലും അവിടെ 6 കിട്ടുക? 3. അപ്പോൾ നമ്മളിവിടെ 2 × 3 6 നമ്മളിവിടെ ആക്കി. അതുപോലെ തന്നെ ഈ 3 എവിടെയും കൊടുക്കണം, മുകളിലും കൊടുക്കണം. അപ്പോൾ 3 × 3 9x. അടുത്തത് ഇവിടത്തേത് നോക്കിയേ, നമുക്ക് ഇവിടെ കോമൺ ഡിനോമിനേറ്റർ എന്താ കിട്ടിയിരിക്കണേ? 6. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഒരു ടേമിൽ ഡിനോമിനേറ്റർ 3 ആണ്. അപ്പോൾ ഇതിനെ 6 ആക്കി എന്ത് ചെയ്യുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അത് നമ്മളിവിടെ 6 എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുക. അപ്പോൾ എന്തായി? 5 × 2 10. 10y = 10y ഡിവൈഡഡ് ബൈ 6 = -2. ഇനി എന്ത് ചെയ്യാം? ഇത് നമുക്ക് എന്താണ്? കോമൺ ഡിനോമിനേറ്റർ ആണ്.
ആണല്ലോ, അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം. കോമൺ ആയതുകൊണ്ട് മാത്രമാണ് മാറ്റാൻ പറ്റുക. അല്ലാണ്ട് ഇവിടുത്തെ ഈ 3നെ എടുത്ത് ഇങ്ങോട്ടേക്ക് ഇൻറ്റു 3 എന്ന് എഴുതാൻ പറ്റില്ല. ഈ 2വിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റില്ല അങ്ങനെ. അത് പറ്റണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഈ ഒരു സൈഡിൽ കോമൺ ആയിട്ട് ഇരിക്കണത്, കോമൺ ഡിനോമിനേറ്റർ ആണ് ഇവിടെ. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇതെന്തായി മാറും? 9x മൈനസ് 10y ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി എന്തുണ്ട്, -2 ഉണ്ട്. 6 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഇൻറ്റു 6 ഈക്വൽ ടു -12. ഇതെന്തായി? 9x മൈനസ് 10y ഈക്വൽ ടു -12. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതി കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. x/3 പ്ലസ് y/2 ഈക്വൽ ടു 13/6. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 6. ഇനി ഇവിടെ 3 ആയിരുന്നു. അപ്പോൾ ഇത് 6 ആവാൻ ഇവിടെ എന്ത് ചെയ്തു? 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇതെന്തായി? 2x. ഇവിടെ 2 ആണ്. 6 ആവാൻ ഇതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇവിടെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ ഇതെന്തായി? 3y. അപ്പോൾ x/6ഉം 2x/6ഉം 3y/6ഉം. അപ്പോൾ 2x + 3y all divided by 6 ഈക്വൽ ടു എന്ത് കിട്ടി? 13/6. ഒരു ഇക്വേഷനിൽ LHSൻ്റെ ഡിനോമിനേറ്റർ കോമൺ 6 ആണ്, RHSൻ്റെയും ഡിനോമിനേറ്റർ 6 ആണെങ്കിൽ ഇതെന്തായി? ക്യാൻസലായി പോവും അല്ലേ? ഇനി ഇത് ക്യാൻസൽ ആവില്ല. അങ്ങനെ മനസ്സിലാവാത്തവർ ഈ 6നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് ഇവിടെയാവും അല്ലേ? ഇത് വെട്ടിപ്പോയി അങ്ങനെ ക്യാൻസലാവും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ 6, ഈ 2 6കൾ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് കിട്ടി? 2x + 3y ഈക്വൽ ടു 13. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി സാധാരണ പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സിന് പകരം ഫ്രം ഇക്വേഷൻ 2 എന്ത് കിട്ടും? 2x ഈക്വൽ ടു ഈ 3y ഇങ്ങോട്ട് പോകുമ്പോൾ 13 മൈനസ് 3y. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 13 മൈനസ് 3y ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇത് ഏത് ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയത്? ഫസ്റ്റ്. അപ്പോൾ ഇത് സെക്കൻഡ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഈക്വൽ ടു 13 മൈനസ് 3y/2 ഇൻ ഇക്വേഷൻ 1 വി ഗെറ്റ് എന്ത്? 9 ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കുക? 13 മൈനസ് 3y/2 മൈനസ് 10y ഈക്വൽ ടു -12. മനസ്സിലായില്ല? അപ്പോൾ ഇക്വേഷൻ 1ൽ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 13 മൈനസ് 3y/2 കൊടുത്തു. ഈ ഇക്വേഷൻ ഇതെല്ലാം ബ്രാക്കറ്റൊക്കെ കളഞ്ഞ് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 13 ഇൻറ്റു 9 എത്രയാണ്? 13 ഇൻറ്റു 9 9 3 27 117 മൈനസ് 9 ഇൻറ്റു 3y എത്രയാ? 27y ഡിവൈഡഡ് ബൈ 2 മൈനസ് 10y ഈക്വൽ ടു -12. ഈ 2വിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പാടുണ്ടോ? ഇല്ല. കാരണം ഈ 2 ഏതിൻ്റെ മാത്രം ഡിനോമിനേറ്ററാണ്? ഈ 2 ടേംസിൻ്റെ മാത്രം ഡിനോമിനേറ്ററാണ് ഈ 2. ഇത് ഏതിൻ്റെയും കൂടി ആവണം. ഈ LHS അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എല്ലാ ടേംസിൻ്റെയും കോമൺ ഡിനോമിനേറ്റർ ആണെങ്കിൽ മാത്രമാണ് ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഓരോന്നിനും ഓരോ റൂൾസ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ചെസ്സ് കളിക്കുമ്പോൾ എങ്ങനെയാണ്? കുതിരയ്ക്ക് ഇങ്ങനെ L ഷേപ്പിലേ പോകാൻ പറ്റൂ. ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ പോവാം, അങ്ങനെയൊക്കെ പോവാം. പക്ഷേ കുതിരേനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഇതിനെ നമുക്ക് ഇവിടെ നിന്നെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? ഇത് ഇങ്ങനെ മൊത്തത്തിൽ /2 എന്ന് എഴുതാൻ പറ്റിയാൽ ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ /2 എന്ന് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഓൾറെഡി ഈ 2 പേർക്കും എന്തുണ്ട്? 2 ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ടേമിനും കൂടി നമ്മൾ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? മുകളിലും താഴെയും 2 കൊടുക്കുക. അപ്പോൾ ഇൻറ്റു 2/2 വരുമ്പോൾ ഇതെന്താവും? ഹോൾഡ് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതെന്തായി? 2 ഇൻറ്റു 10 20 എന്ത് കിട്ടി? 117 മൈനസ് 27y മൈനസ് 20y ഈക്വൽ ടു -12. ഇനി നമുക്ക് ഈ 2വിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതെന്തായി മാറി? -12 ഇൻറ്റു 2. -12 ഇൻറ്റു 2 എന്താ? -24. ഈ 2 പോയി ഇപ്പുറത്തെ സൈഡിൽ പോയിരുന്നു. ഇനി ഇതൊന്ന് സോൾവ് ചെയ്തേ. 117
-27 -20 എന്താ -47y ഈക്വൽ ടു ഇവിടെ -24 ഉണ്ട്. ഈ 117 കൂടി ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അതെന്തായി -117. 117 -24 ഇത് രണ്ടും എന്താണ് നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് കൊടുത്താൽ മതി. ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 141. നെഗറ്റീവ് കൊടുക്കാം. അപ്പോൾ y ഈക്വൽ ടു -47, y ഈക്വൽ ടു എന്ത് കിട്ടി, -141. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എന്തായിരിക്കും, -141 ഡിവൈഡഡ് ബൈ -47. അപ്പോൾ y ഈക്വൽ ടു എന്ത് കിട്ടി, -141 ഡിവൈഡഡ് ബൈ 47. ഈ 47 ഇൻറ്റു 3 ചെയ്ത് നോക്കിയേ, 7 3 21 ടു 141. നെഗറ്റീവ് ബൈ നെഗറ്റീവ് എന്തായി, പോസിറ്റീവ്. എന്താണ് ആൻസർ, y ഈക്വൽ ടു 3 കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻസ് രണ്ടെണ്ണം ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ വൈയുടെ വാല്യൂ എന്ത് കൊടുക്കുക, 3 കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 2ൽ നമുക്ക് വൈയുടെ വാല്യൂ എന്ത് കൊടുക്കാം, 3 കൊടുക്കാം. അപ്പോൾ 2x പ്ലസ് 3y 3 ഇൻറ്റു 3 എത്രയാണ്, 9 ഈക്വൽ ടു 13. അതായത് എന്താ, 2x ഈക്വൽ ടു 13 മൈനസ് 9 ഈക്വൽ ടു എന്താ 4. അപ്പോൾ x ഈക്വൽ ടു എന്തായിരിക്കും, 2x ഈക്വൽ ടു 4 കിട്ടി. x ഈക്വൽ ടു എന്താ 4/2. 4/2 എന്താ 2. x ഈക്വൽ ടു 2, y ഈക്വൽ ടു 3. ഇതാണ് ഈക്വേഷൻസിൻ്റെ സൊല്യൂഷൻ.